ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെയും ഇന്നൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തെ സംസാരമായിക്കോട്ടെ അനുമോളുടെയും അനീഷിൻ്റെയും ഒരു ലവ് ട്രാക്ക് പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. അനീഷ് അനുമോളോട് ഇഷ്ടം പറഞ്ഞിരിക്കുന്നു. അതിന് അനുമോള് മറുപടി പറഞ്ഞത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല. സോ അനീഷ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സംസാര വിഷയം എന്ന് പറയുന്നത്. നമ്മുടെയും ചർച്ച ഇന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് സംസാരിക്കാനുണ്ട്. അനീഷിൻ്റെ ഇഷ്ടം അത് എത്രമാത്രം ജെന്യൂനാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വെക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അനുമോൾ അനീഷ് പ്രണയം അതൊരു വൺ സൈഡ് ലവ് ആയിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ആ വീഡിയോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ആ വീഡിയോ പുറത്തു വിട്ട സമയത്ത് ഭയങ്കര രസമുണ്ട് അവരുടെ സംസാരം കേൾക്കാനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും അനുമോളുടെയോ അല്ലെങ്കിൽ അനീഷിൻ്റെയോ ഫാനായിട്ടല്ല സംസാരിക്കുന്നത്. അങ്ങനെയല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതും. ഒരു സാധാരണ വ്യക്തി എന്ന നിലയ്ക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഭയങ്കര രസമായിട്ട് ഉള്ളൊരു സംസാരം, ഒരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു ആ സംസാരത്തിനകത്ത്. അനീഷ് ചോദിക്കുന്നു അനുമോളോട് എന്നെക്കുറിച്ച് എന്താണ് അനുമോൾക്ക് തോന്നുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞു തുടക്കത്തിൽ ഭയങ്കര ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ പോകെ പോകെ ഈ ഒരു സമയം എത്തിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ് എന്ന് തോന്നുന്നുണ്ട് എന്നാണ് അനുമോൾ മറുപടി പറഞ്ഞത്. ഒരു പക്ഷേ ഒരിക്കലും അനുമോൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യമാണ് പിന്നെ അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അപ്പോൾ അനുമോളുടെ ഒരു മറുപടി എന്ന് പറയുന്നൊരു അമ്മേ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, അതായിരുന്നു അനുമോളുടെ മറുപടി. ഒപ്പം കുറച്ച് ചിരിയും കാര്യങ്ങളൊക്കെ. അനുമോളുടെ ഒരു നോർമലി വരുന്ന കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അനുമോൾ അനീഷിനോട് അനുമോളുടെ കാര്യങ്ങൾ, മുൻപുണ്ടായിരുന്ന പ്രണയവും അതിൻ്റെ ബ്രേക്കപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അനീഷിന് മനസ്സിലായി ഇത് വർക്കൗട്ട് ആവില്ല, അല്ലെങ്കിൽ എസ് എന്നുള്ളൊരു മറുപടി അപ്പോൾ കിട്ടില്ല എന്ന് മനസ്സിലായിട്ട് അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ അനുമോളോട് സംസാരിക്കാൻ അനീഷ് നിന്നിട്ടില്ല ഞാൻ കാണുന്നത് വരെ. പിന്നെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ അനീഷിൻ്റെ ഇഷ്ടം പറച്ചിൽ അത് ജെന്യൂനായിട്ട് തോന്നുന്നുണ്ടോ, അതോ അത് ഗെയിമിൻ്റെ ഭാഗമാണോ? എനിക്കത് സംശയം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഇഷ്ടം ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിലും തോന്നാമെന്ന് പറയുന്നത്. ഡേ 1 മുതൽ ഇപ്പോൾ 90 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ട് തോന്നാത്തൊരു ഇഷ്ടം അനീഷിന് അനുമോളോട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് ഇപ്പോൾ ഈ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ 2 കാരണങ്ങളുണ്ടാവാം. ഒന്ന്, അനീഷിന് അനുമോളെ ജെന്യൂൻലി ഇഷ്ടമാണ്. കാരണം ഈ ഇഷ്ടം അനീഷ് മുൻപൊരിക്കലും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? ഒരു മോർണിംഗ് ടാസ്കിനിടയ്ക്ക് പ്രസ് മീറ്റ് വിളിച്ചിട്ട് വിന്നറായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രസ്സുകാരോട് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമക്കാരോട് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് എന്നൊരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് അനീഷ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റിനോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എല്ലാവരും അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് കണ്ടുവിട്ടു. പക്ഷേ പിന്നെ പോകെ പോകെ അനീഷിൻ്റെ ക്യാരക്ടറിലെ ചേഞ്ച്, അതായത് അനീഷ് അനുമോൾക്ക് കൊടുക്കുന്ന ഓവർ കെയറിങ്, അനുമോളുടെ കാര്യങ്ങൾക്ക് ഇടപെടുന്നത്, അവിടെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ ഈ കഴിഞ്ഞ 7 സീസണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരു കണ്ടസ്റ്റൻറ്റ്, അത് കോ കണ്ടസ്റ്റന്റുകളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, സുഹൃത്തുക്കളെന്ന് കരുതുന്നവരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഇങ്ങനെയെല്ലാം അറ്റാക്ക് ഉണ്ടായിട്ടും, പല രീതിയിലുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്ത് ഡേ 1 മുതൽ ഇത്രയും ദിവസം നിൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വിജയം തന്നെയാണ്. ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ നേരിട്ട ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ, അതിന് യാതൊരു സംശയവുമില്ല. അതിന് ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ അനുമോളുടെ PR ആക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് അനുമോളെ പേഴ്സണലി അറിയാം, കണ്ടിട്ടുണ്ട്. പിന്നെ അനുമോളുടെ ഈ ഒരു പ്രണയകഥ, അത് കഥയായിട്ട് അറിയില്ലെങ്കിൽ പോലും ഇവർ തമ്മിലൊരു റിലേഷനിലായിരുന്നു എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ആ ഒരു ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞ് ലൈഫിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു വ്യക്തി, അതിനിടയ്ക്ക് ഈ പ്രണയം വരുന്നു, പ്രണയത്തിലും കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു, അതിനകത്ത് അത് ബ്രേക്കപ്പ് ആവുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുട്ടി ബിഗ് ബോസിലേക്ക് വരുന്നത്. ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, കോലാഹലങ്ങൾ. ശരിക്കും അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാട്ടിൻപുറത്തുകാരി, തിരുവനന്തപുരത്ത് ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന പക്കാ നാട്ടിൻപുറത്തുകാരി. അതിന് എത്ര സീരിയൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര ഈ പറയുന്ന സ്റ്റാർ മാജിക് ആയിക്കോട്ടെ, എന്ത് പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു നാട്ടിൻപുറത്തുകാരുടെ എല്ലാ നന്മ തിന്മകളും ഉള്ളൊരു വ്യക്തിയാണ് അനുമോൾ. അതെല്ലാം നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടിട്ടുമുണ്ട്. അനുമോൾക്ക് കരച്ചിൽ വന്നാൽ അനുമോൾ കരയും, അനുമോൾക്ക് സന്തോഷം വന്നാൽ അനുമോൾ ചിരിക്കും, അനുമോൾക്ക് വിഷമം വന്നാൽ അനുമോൾ മാറിയിരുന്ന് ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയിരിക്കും. ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് സങ്കടമാണെങ്കിൽ സങ്കടമായിട്ടും, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ സന്തോഷമായിട്ടും അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാർ അനുമോൾ ചെയ്യുമ്പോൾ അത് സ്ട്രാറ്റജി ആയിട്ടും സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത്രയൊക്കെ സർവൈവ് ചെയ്ത് ഇവിടം വരെ എത്തിയൊരു പെൺകുട്ടി, ഇനി അവൾ സർവൈവ് ചെയ്യാനുള്ളത് ഈ പറയുന്ന പ്രണയ അഭ്യർത്ഥനയാണ്. ഞാനിത് പറയാൻ കാരണം, അനീഷിന് ഇത് ഗെയിമാണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം, ഒന്നുകിൽ അനീഷിന് ജെന്യൂൻ ഒരു ഇഷ്ടമായിരുന്നുവെങ്കിൽ, അനീഷ് അതിപ്പം എനിക്കൊരാളെ ഇഷ്ടമാണ് എന്ന് വന്നാൽ ഞാൻ അയാളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു,
അയാൾ അപ്പോൾ തന്നെ മറുപടി പറയണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അയാൾക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കണം, വേണ്ടേ? അയാൾക്ക് ആലോചിക്കണം, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും. പ്രത്യേകിച്ച് ലൈഫിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് വന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് അയാളുടെ ലൈഫിനെക്കുറിച്ച്, അയാളുടെ മാരേജ് ലൈഫിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും. ഇപ്പോൾ അനുമോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു 5 വർഷത്തെ അഫെയർ ആയിരുന്നു, അത് ബ്രേക്കപ്പായി, അതിനുശേഷം വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛനും അമ്മയുടെ നിർബന്ധപ്രകാരം 2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് അടുത്തൊന്നിലേക്ക് തിരിയേണ്ടി വരികയാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ്? ഇവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു 90 ദിവസത്തെ പരിചയം മാത്രമാണുള്ളത്. അതിനകത്തും കൂടുതലും ഈ ഫൈറ്റുകൾ മാത്രമാണ് നടന്നു കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനോ ഈ വ്യക്തിയെ ലൈഫിലേക്ക് ചൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അനുമോളോടെ വ്യക്തമായിട്ട് മറുപടി പറയാത്തത്. ഒരു പ്രതീക്ഷയ്ക്കൊന്നും വക കൊടുത്തിട്ടില്ല. പക്ഷേ അനീഷ് അവിടെ ബിഹേവ് ചെയ്ത രീതി എന്ന് പറയുന്നത് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്നു. അതായത് അനീഷിന് അത് അനുമോളുടെ ആ റിയാക്ഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് അനീഷിൻ്റെ സ്വഭാവം കണ്ടിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, അനീഷ് ഒരു വാശിക്കാരനാണ്. അനീഷ് പിടിച്ച മുയലിന് കൊമ്പ് 5 ആണ്, അത് സാധിച്ചിട്ട് അനീഷ് മാറത്തുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അനീഷ് വാശി പിടിച്ചാൽ, അനീഷിന് അത് വേണമെന്ന് വിചാരിച്ചാൽ, അനീഷ് അത് കിട്ടുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് അനീഷ് പറയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കലും അനീഷിനെ കുറ്റം പറയുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ അനീഷ് ചെയ്യേണ്ടിയിരുന്നത് ആ കുട്ടി കുറച്ച് സമയം കൊടുക്കുക. ഇപ്പോൾ ഇനി ഒരാഴ്ച കൂടെ ഷോയ്ക്ക് ബാക്കിയുള്ളൂ. അനുമോൾ ആലോചിക്കുക, നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ഒരു നല്ല തീരുമാനമെടുക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ അനീഷ് അവിടെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോവുക ചെയ്തത്. അതൊരു പക്ഷേ ദേഷ്യം വന്നിട്ടായിരിക്കാം, കാര്യം നടക്കില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ടായിരിക്കാം. ഇനി അതല്ല, ഇത് ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ ഉറപ്പായിട്ടും അനുവിനെ മെൻ്റലി അവിടെ ഡൗൺ ആക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 2 പോസിബിലിറ്റീസാണുള്ളത്. ഒന്ന്, ജെന്യൂൻ ആണെങ്കിൽ അനീഷ് അവിടെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ ആ വെയിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഫീൽ ചെയ്തത്. അവിടെ ഞാൻ പറയുന്നു, ഒരിക്കലും അനീഷിൻ്റെ മിസ്റ്റേക്ക് അല്ല അത്. അനീഷ് ഒരു ഗെയിമറാണ്, പക്ക ഗെയിമർ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡേ 1 വന്ന അനീഷ് അല്ല ഇപ്പോൾ. ഡേ 1 ആരോടും യാതൊരു പ്രതിബദ്ധതയില്ലാത്ത, ആരോടും യാതൊരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത, ഒരു ഇഷ്ടവുമില്ലാത്ത ഒരു അരഗൻ്റായൊരു വ്യക്തി. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇന്ന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം പറയുന്ന ഒരു വ്യക്തിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അത് ഭയങ്കര വലുതാണ്, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ലെവലിലേക്ക് അനീഷ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ ഗെയിമിൻ്റെ ചേഞ്ച് ഓവറിലൂടെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കിത് ഫീൽ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. എന്താ, അനീഷ് ഇഷ്ടം പറഞ്ഞു, അനുമോളുടെ കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ തന്നെ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഈ പോകുന്നതിലൂടെ അനീഷ് കൺവേ ചെയ്യുന്നത്, ഓക്കെ എനിക്ക് മനസ്സിലാക്കിയെങ്കിലും അവിടെ ഒരു ദേഷ്യപ്രകടനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്തത്, അതോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ അനുമോളുടെ ഭാഗത്താണ്. ഈ ഒരു കാര്യത്തിൽ അനുമോളുടെ ഗെയിം എന്തോ ആയിക്കോട്ടെ, ചിലപ്പം കരച്ചിൽ ഡ്രാമ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അതൊന്നും അല്ലടുത്ത വിഷയം. പക്ഷേ ഇവിടെ അനീഷിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് തോന്നുന്നത്. അത് ജെന്യൂനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നാം, ആ ഇഷ്ടം നമുക്ക് പ്രകടിപ്പിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ ഇഷ്ടം അവർക്കും കൂടി തോന്നണം. ആ തോന്നാനുള്ള സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുന്നേ ചാടിക്കർ ഇഷ്ടം പറഞ്ഞു, ആ ഇഷ്ടം അപ്പം തന്നെ തിരിച്ച് റിപ്ലൈ വേണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് അതിനുള്ള യാതൊരു റൈറ്റും ഇല്ല. നമുക്കിത് പറയുന്നത് പോലുള്ള ഒരു റൈറ്റ് അവർക്കും ഉണ്ട്. തിരിച്ച് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം അവർക്കും ഉണ്ട്. അപ്പോൾ അത് തീരുമാനിക്കാനുള്ള സമയം കൊടുക്കുക. ഇപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി അനീഷിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിൽ പ്രപ്പോസലായിട്ട് പോകാമല്ലോ. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ, അനുമോൾക്കും കൂടെ അത് താല്പര്യമാണെങ്കിൽ വീട്ടിൽ പോയി ആലോചിക്കാം, ഇവരുടെ കല്യാണം നടക്കാം. അതൊക്കെ പിന്നുള്ള കാര്യങ്ങളാണ്. ഇത് ഗെയിമിൻ്റെ ഭാഗമല്ലെങ്കിൽ ഇവർ ഒന്നിക്കണമെന്നേ ഞാൻ ആഗ്രഹിക്കുള്ളൂ, ഞാൻ പറയത്തുള്ളൂ. കാര്യം 2 പേരും ഏകദേശം ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. അനുമോളെ സംബന്ധിച്ച് അനുമോളൊരു നാട്ടിൻപുറത്തുകാരി, പക്ക, ഞാനത് വെറുതെ പറയുന്നില്ല, പക്ക നാട്ടിൻപുറത്തുകാരിയാണ്. നാട്ടിൻപുറത്തുകാരിക്കുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് അനുമോൾ. അനീഷും അതുപോലെ തന്നെയാണ്. ഒരു നാട്ടിൻപുറത്തുകാരനാണ്, ഒരു കർഷകനാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ്. സോ ഇവർ 2 പേരും ഒരുമിച്ച് പോയാൽ അതൊരു നല്ല ലൈഫിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് തെറ്റാണ്. കാരണം അനുമോൾ ഒരുപാട് സർവൈവ് ചെയ്താണ് ഇവിടെ എത്തിയത്. അത് ഗെയിമിനകത്തായിക്കോട്ടെ, ഗെയിമിന് പുറത്തായിക്കോട്ടെ, അതായത് ബിഗ് ബോസിനകത്തായിക്കോട്ടെ, ബിഗ് ബോസിന് പുറത്തായിക്കോട്ടെ, ഒരുപാട് സർവൈവ് ചെയ്ത്, ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഇവിടെ എത്തിയൊരു പെൺകുട്ടി ഈ അവസാന നിമിഷം അവൾക്ക് ഇങ്ങനൊരു ഷോക്കും കൂടി കൊടുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പുറത്തിറങ്ങിയിട്ട് പറയാമായിരുന്നു. പക്ഷേ അനീഷ് അതല്ല ചെയ്തത്. അനീഷിനെ സംബന്ധിച്ച് അനീഷിന് മുന്നിൽ ഒരു കടമ്പ എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതിൽ തടസ്സമായിട്ട് നിൽക്കുന്ന അനുമോളാണ്. കാരണം ഇവർ തമ്മിലാണ് ശരിക്കും കോമ്പറ്റീഷൻ വരുന്നത്. അനുമോളുടെ ഫാൻസ് അനുമോൾ നോട്ട് ചെയ്യുന്നു, അനീഷിൻ്റെ ഫാൻസ് അനീഷ് നോട്ട് ചെയ്യുന്നു. ഇവർ തമ്മിലാണ് ഒരു കോമ്പറ്റീഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മുന്നിലുള്ള തടസ്സം മാറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു തന്ത്രം അവിടെ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രയോഗിക്കാൻ പറ്റിയ ഒരൊറ്റ മാർഗ്ഗം എന്ന് പറയുന്നത്
ഈ പറയുന്നൊരു ട്രാക്കാണ്. അവിടെ മാനസികമായിട്ട് അനുമോൾ ഡൗൺ ആവും, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ആകുമ്പോഴേക്കും അനുമോളുടെ ഫാൻസിനെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മടുപ്പ് തോന്നും, വോട്ടുകൾ മാറി മറിയാം. അങ്ങനെ കപ്പടിക്കാനുള്ള തന്ത്രമായിട്ടും ആവാം അനീഷിൻ്റെ ഈ ഒരു അനുമോളെ എനിക്ക് ഇഷ്ടമാണ്, നമുക്ക് വിവാഹം കഴിക്കാം എന്ന് ചോദിച്ച ഒരു രീതി. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതൊരു ഭയങ്കര രസമായിട്ട് തോന്നി, ക്യൂട്ടായിട്ട് തോന്നി. ഇവരൊന്നിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അതിന് ശേഷം നടന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇവർ തമ്മിൽ ഒന്നിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ ഒരു ലവ് ട്രാക്ക് ഇവരുടെ ഗെയിമിനെ എത്രമാത്രം സ്വാധീനിക്കും, ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് ഇവരുടെ ഗെയിമിനെ എത്രമാത്രം അത് മാറ്റിമറിക്കും തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.